ഹായ് അസ്ലാം വാലി വീഡിയോ ഇട്ടിട്ടുണ്ട്. ആക്ച്വലി ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് എൻ്റെ സെയിം അഭിപ്രായം. ആ പെൺകൊച്ചിന് ഇത് വേണ്ടാത്ത വേലയായിരുന്നു. എന്തായാലും ഇനി കുറേ അധികം കളികൾ നമുക്ക് കാണാം. അല്ലാതെ പുറത്ത് വരുമ്പോഴത്തേക്കും നല്ല കാര്യം, ധൈര്യമൊക്കെ ഉണ്ട്. അത് ആദ്യമേ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. ഇപ്പം ഈ വൈകിയ വേളയിൽ ധൈര്യം വന്നത് എന്തായാലും പണി കിട്ടാനാണ് കൊച്ചെ, എനിക്ക് അത്രേ പറയാനുള്ളൂ. പിന്നെ അവസരത്തിനൊത്ത് എല്ലാവരോടും ഒന്നിച്ച് നിന്നുകൊണ്ട് അവളുടെ തലയിലോട്ടൊരു കാറ്റുണ്ട്. പാട്ട ബക്കറ്റും ഒക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇവരൊക്കെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു എന്നുള്ളത് ഓർക്കുക. ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു എങ്കിൽ അവളെ കുത്തിത്തിരിപ്പുകൾ നടത്തി മറ്റുള്ളവരുടെ അടുത്ത് പറയുന്നതിനേക്കാൾ അവളോട് ഇത് തുറന്നു പറയാനുള്ള ധൈര്യം അസ്ല കാണിക്കണമായിരുന്നു. അസ്ല അത് ചെയ്തില്ലല്ലോ. പകരം അസ്ലയ്ക്ക് പ്രിയോറിറ്റി അഫ്സലായിരുന്നു. അതിനേക്കാൾ സ്നേഹം ജാസ്മിൻ കാണിച്ചല്ലോ. എന്നിട്ട് ജാസ്മിൻ്റെയോടൊപ്പം നിൽക്കാൻ അസ്ലയ്ക്ക് തോന്നിയതുമില്ല. ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വന്നതല്ല, കണ്ടപ്പോൾ പറയണമെന്ന് തോന്നിയതാണ്. അസ്ല ഇത് പണി വാങ്ങിക്കാനാണ് ഇപ്പോൾ ഈ വീഡിയോയും കൊണ്ട് ഇറങ്ങിയത്. ശരിയാണ്, സപ്പോർട്ടേഴ്സ് വരും, കുറേ അധികം അപ്രീഷിയേറ്റ് ചെയ്യും. കമൻറ്റ് ബോക്സിൽ മുഴുക്ക നിനക്ക് നല്ലത് 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 അതിനെ പറയും. ചെറിയൊരു വേർഡിന് നിന്നെ എടുത്ത് ഉടുത്തവരാണ് ഇവരെന്നുള്ളത് നീ മറന്നുപോകും. നമ്മൾ ചെയ്യാനുള്ളത് ചെയ്തുകൊണ്ട് മുന്നേറുക എന്നതിനപ്പുറം ഇതിനൊക്കെ പ്രതികരിക്കാൻ പോയി കഴിഞ്ഞാൽ പണി കിട്ടും എന്നുള്ള തർക്കമേ ഇല്ല. ആരും പെർഫെക്റ്റ് അല്ല എന്നൊരു ബോധം എല്ലാവർക്കും ഉള്ളത് നല്ലതാണ്. ഇപ്പോൾ നീ ഇല്ലായിരുന്നു പിക്ചറിൽ, നീ മാറി നിൽക്കുകയായിരുന്നു. ഇതിനകത്ത് വന്ന് ചാടി കൊടുത്ത് ഇനി അവൾ വന്നിട്ട് നിൻ്റെ കുറേ കാര്യങ്ങളും നിൻ്റെ കുറേ ചരിത്രങ്ങളും എടുത്തിടുമ്പോൾ നിനക്കത് ഓവർകം ചെയ്യാൻ സാധിക്കട്ടെ എന്ന് മാത്രം ഞാൻ പറയുന്നു. തീർച്ചയായിട്ടും എനിക്ക് നല്ല പേടിയുണ്ട്, പേടിയെന്ന് തന്നെ പറയും. കാരണം അസ്ല ഇതിനകത്ത് ഇടപെടാതിരിക്കുന്നിടം വരെ അസ്ല സേഫായിരുന്നു. പക്ഷേ അസ്ലയ്ക്ക് ഇത് പണി വാങ്ങിച്ചു കൊടുക്കും എന്നുള്ളത് തർക്കമേ വേണ്ട. ഈ ഒരു വിഷയം ഒരു പക്ഷേ ഈഗോയിഷായ, അതായത് നിങ്ങൾക്കത് ബിഗ് ബോസിൽ തന്നെ മനസ്സിലാകും. ബിഗ് ബോസ് ആണ് അവളെ വഴക്ക് പറയുന്നെങ്കിലും ഞോറയാണ് അവളുടെ ടാർഗറ്റ്. വേറെ ആരെങ്കിലും ആണ് അവളെ വഴക്ക് പറയുന്നെങ്കിൽ അവളുടെ ടാർഗറ്റ് ജിൻ്റപ്പനും ഞോറയൊക്കെ ആയിരിക്കും. വ്യക്തി വൈരാഗ്യം നന്നായി വെച്ച് പുലർത്തുന്ന ഒരു പെണ്ണാണ് ജാസ്മിൻ. ഭീകരമാണ്, ഭയാനകമാണ് അവളുടെ ആറ്റിറ്റ്യൂഡ്. അവൾ റിയാക്ട് ചെയ്യുന്ന വിധവും വേറെയാണ്. അപ്പോൾ അത് ഫേസ് ചെയ്യാൻ കപ്പാസിറ്റി ഇല്ല എന്ന് ഒരിക്കൽ തെളിയിച്ച അസ്ല ഇപ്പോൾ അനാവശ്യമായി ഈ ഒരു പ്രശ്നത്തിലേക്ക് എടുത്തു ചാടിയത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ആരോടും പറഞ്ഞിട്ടില്ല എന്നൊക്കെ ഒന്നും പറയണ്ട. ആരോടൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ വ്യക്തമായിട്ട് നമുക്കും ഒക്കെ അറിയാവുന്നതാണ്. അപ്പോൾ ഒന്നും ഇല്ലാതെയൊന്നും അല്ല, എന്തൊക്കെയുണ്ട്. ഒന്നും ഇല്ലാതെയൊന്നും അല്ല എന്നുള്ളത് വസ്തുത. ഏതായാലും ഞാൻ എന്തായാലും ഇല്ല, നമുക്ക് താല്പര്യമില്ല. പക്ഷേ കണ്ടപ്പോൾ പറയണമെന്ന് തോന്നി. അപലപനീയം എന്ന് മാത്രമേ പറയാനുള്ളൂ. അനാവശ്യമായ ഒരു വീഡിയോ, ചിലപ്പം കുറച്ച് വ്യൂ ഒക്കെ കിട്ടുന്നതിന് കൊണ്ടായിരിക്കാം അല്ലേ, നല്ലതാണ്. പക്ഷേ ഈ പേയ്മെൻറ്റ് അത് നിനക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. എന്ന് മാത്രമല്ല, അതിനകത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് പുള്ളിക്കാരത്തി പറയുന്നുണ്ട്. ഞാനാണോ ബിഗ് ബോസ് ഉണ്ടാക്കിയത്, ഞാനാണോ ബിഗ് ബോസിൽ ഇത് പറഞ്ഞത്, ഇതിൽ അവക്ക് എറിഞ്ഞു കൊടുക്കുകയാണ്. അതാ കേട്ടോ. എനിക്ക് വേണ്ടി സംസാരിച്ച് എന്റെ കണ്ടന്റ് മൂപ്പൻസ് വ്ലോഗ് ആയിക്കോട്ടെ, അവരോട് ഒരു ദേഷ്യവും ഇല്ല, ഒന്നുമില്ല, സ്നേഹം മാത്രമേ ഉള്ളൂ. കാരണം അവരും ചെയ്യുന്ന കണ്ടന്റാ. ഞാനിപ്പോ ചെയ്യുന്ന സെക്ഷൻ സംസാരിക്കണം, എനിക്ക് വേണ്ടി നിങ്ങൾ സംസാരിക്കണം എന്ന് പറഞ്ഞാൽ ഇവരാരെയും കോണ്ടാക്ട് ചെയ്തിട്ടില്ല കേട്ടോ. എനിക്കെതിരെ ഇവരൊക്കെ വീഡിയോ ചെയ്തപ്പോ ഇവരും അത് ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ള ഒരു ഉറപ്പ് കൊണ്ടാണ് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ എന്തിനാണ് ഇതാക്കുന്നത്? ഇപ്പൊ ഈ വോയിസ് ഒക്കെ കേൾക്കുമ്പോ നിങ്ങൾ ആരാന്നൊക്കെ നമ്പർ സഹിതം ഉണ്ട്, നിങ്ങളുടെ പേര് അറിയാം, അറിയത്തില്ല, നിങ്ങൾക്ക് ഹില എന്തെന്ന് അറിയത്തില്ല. എന്റെ വേറൊരു പെൺകുട്ടിന് ഇങ്ങനെ പറയണത് നിങ്ങൾക്ക് ശരിയായിട്ട് തോന്നുന്നുണ്ടോ, നല്ല കാര്യമായിട്ട് തോന്നുന്നുണ്ടോ, എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ നിങ്ങളോടുള്ള ഞാൻ എഴുതി കൊടുത്ത സ്ക്രിപ്റ്റ് അനുസരിച്ചിട്ടാണ് അവിടെ നടക്കണേന്ന് പറയൂ. എന്താ എനിക്ക് നിങ്ങൾ ഉദ്ദേശിക്കണേന്ന് എനിക്ക് മനസ്സിലാവും. എനിക്ക് അവർ വല്ല ഷെയർ തരുന്നുണ്ടോ, അവരെനിക്ക് വല്ല പങ്ക് തരുന്നുണ്ടോ? ഇല്ല അല്ലേ? അപ്പൊ എനിക്ക് ആര് ചോദിച്ചാലും തോറ്റാലും എനിക്ക് എന്താ, ഇതിന്റെ അസ്ലാമാറിൽ ഇതിന്റെ എല്ലാത്തിന്റെ പിന്നില് ഞാനാണോ അതിന്റെ ഷോ ഡയറക്ടർ? ഞാനാണോ? ഇനിയിപ്പൊ അതിന്റെ ഉള്ളിൽ കയറ്റി വിട്ട കണ്ടസ്റ്റൻസ് ഞാനാന്ന് പറയൂ. യാ മോളെ, നീ കൊടുത്ത കണ്ടന്റ് എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇതിപ്പോൾ നമുക്ക് മനസ്സിലായി, എനിക്ക് മനസ്സിലായി. ഇനി നടക്കാൻ പോണ എന്താണെന്ന് അറിയാമോ? ഹാഫിസ് ചെയ്തത് അസ്ലയുടെ ഇത് കേട്ടിട്ടാണ്, അസ്ല പറഞ്ഞിട്ടാണ് ഇതൊക്കെ നടന്നിട്ടുള്ളത്. അസ്ലയുടെ പ്രീ പ്ലാനഡ് ഐഡിയ ആണ് എന്ന് ലവള് വന്ന് മാനിപ്പുലേറ്റ് ചെയ്യും. ഈ പെണ്ണ് 8 നിലയിൽ പൊട്ടും. എഴുതി വെച്ചോ. ഞാൻ പ്രെഡിക്റ്റ് ചെയ്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ സാധിച്ചിട്ടില്ലേ. ഇവളുടെ കൂട്ടുകാരിയാണ്, ഇവളുടെ കൂട്ടുകാരനാണ് അഫ്സൽ. ഇവൾ ത്രൂ ആണ് അവൾ പരിചയപ്പെട്ടത്. അപ്പോൾ ഈ അഫ്സലിനെ കൊണ്ട് ഇത് ചെയ്യിച്ചത് ആരാ? ഇവള്. ഇതിന് മുമ്പുള്ളതൊക്കെ ആരാ ചെയ്യിച്ചത്? ഇവള്. ആരാ ഇപ്പോൾ ബിഗ് ബോസിൽ ഇങ്ങനെ ഒരു ഐഡിയ കൊടുത്തത്? ഇവള്. നിസ്സാരമായിട്ട് അവൾക്ക് പ്രൂഫ് ചെയ്യാൻ പറ്റുമെന്നുള്ളതിൽ തർക്കമേ വേണ്ട. ഇനി പ്രൂഫ് ചെയ്യാൻ പറ്റിയ കുറച്ച് ലെവലും കൂടെ ഞാൻ പറഞ്ഞുതരാം. അതായത്
ഈ ടി വി ഷോയിൽ മെയിനായിട്ട് ജാസ്മിനെ ആണ് ഫോക്കസ് ചെയ്തിട്ടുള്ള ക്യാമറാമാൻ ഫോക്കസ് ചെയ്യുന്നതൊക്കെ ജാസ്മിൻ്റെ നെഗറ്റീവ് സാധനങ്ങളാണ്. മനസ്സിലായില്ലേ? നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ജാസ്മിനെ ഡീഗ്രേഡ് ചെയ്യാവുന്ന മാക്സിമം സാധനങ്ങളാണ് അയാൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ജാസ്മിൻ്റെ സപ്പോർട്ടാണ് അയാൾ എന്ന് പറയുന്നത് തെറ്റല്ലേ? തെറ്റാണ്. സപ്പോർട്ടാണെങ്കിൽ അവൾ പോസിറ്റീവ് സാധനങ്ങളല്ലേ കാണിക്കണം. ഫുള്ള് നെഗറ്റീവാണ് കാണിച്ചിട്ടുള്ളതെങ്കിൽ ഈ പറയുന്ന ഷോ ഡയറക്ടർ ജാസ്മിന് വേണ്ടിയിട്ടാണോ അതോ എഗൻസ്റ്റ് ആണോ? അപ്പോൾ അസ്ലാം അലി ഏർപ്പാടാക്കിയ ഈ ഡയറക്ടർ ജാസ്മിനെ ഡീഗ്രേഡ് ചെയ്ത് പൊതുസമൂഹത്തിന് കാണിച്ചു. ആ സമയം കൊണ്ട് അസ്ല ഇവിടെയുള്ള ബാക്കിയുള്ളവരെല്ലാം കൂടെ എക്സിക്യൂട്ട് ചെയ്ത് അവൾക്കെതിരെ തിരിച്ചു. ഈ സ്റ്റോറി ആയിരിക്കും ഇനി ജാസ്മിൻ വന്ന് പറയുക. പെട്ടു, നോക്കി വെച്ചു, പെടും. ഈ കണ്ടതും കേട്ടതും ഒക്കെ തന്നെ ഫേക്കാണെന്നും ഇതൊക്കെ എഡിറ്റഡ് ആണെന്നും സ്ക്രിപ്റ്റഡ് ആണെന്നും കള്ളത്തരങ്ങളാണെന്നും ഒക്കെ വന്ന് അവൾ പുറത്ത് പറയും. ഗബ്രി ഇതുവരെയും വായ തുറക്കാത്തടത്ത് ആ റിലേഷൻഷിപ്പിനെയും അവൾ വക്രീകരിക്കും. സിമ്പിളായിട്ട് അവൾ ഈ പ്രശ്നത്തിൽ നിന്ന് ഊരും. അത്രയേ ഉള്ളൂ. നല്ല കാര്യമാണ്. നമ്മളൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നത് വേറൊന്നുമല്ല. ഈ ജാസ്മിൻ്റെ കുറേയധികം PR-കളുണ്ട്. അവരൊക്കെ വന്ന് എഴുതിയിടുന്നത്. ഒരു കമൻറ്റ് ഞാനൊന്ന് വായിക്കാം. അതിതീവ്രമായ ഒരു കമൻറ്റാണ്. അയ്യോ, ആ കുട്ടിക്ക് ഇതെല്ലാം കേട്ടും കണ്ടും മുന്നോട്ട് ജീവിക്കാനുള്ള മനക്കെട്ടി ഉണ്ടാവട്ടെ. കാരണം അവൾ വല്ലതും ചെയ്താൽ അവളെ വെച്ച് കാശുണ്ടാക്കുന്ന എല്ലാവരും സമാധാനം പറയേണ്ടി വരും. അതുകൊണ്ട് ജാസ്മിൻ്റെ ശത്രുക്കളായ നിങ്ങൾ ഉൾപ്പെടുന്ന യൂട്യൂബർമാർ പെടും. ഇതൊന്നും ജാസ്മിൻ്റെ വീട്ടുകാർ കാണുന്നില്ലേ? ആ കുട്ടി വിട്ടായിരുന്നെങ്കിൽ അവളെ പറയുന്നത് പണ്ടേ നിർത്തിയേനെ. എത്രയും പെട്ടെന്ന് ബിഗ് ബോസ് കഴിഞ്ഞ് പുറത്തിറങ്ങട്ടെ. ബീവിക്ക് വേറെ പണിയൊന്നുമില്ലേ? ആരെങ്കിലും പറയുന്നത് കേട്ട് സംസാരിക്കരുത്. ആ കുട്ടി തിരിച്ചെത്തിയിട്ട് നിങ്ങൾ പറയുന്നതാണ് അന്തസ്. ജാസ്മിൻ അപ്പോൾ ജാസ്മിൻ ലവ് ഒന്നായിട്ടിരിക്കുന്നത്. ഈ PR-കൾ ഇപ്പോഴും വിശ്വസിക്കുന്നത് അവൾ വന്നിട്ട് കാര്യം പറയുമെന്നാണ്. ഒന്നാമത് ഈ PR-കൾക്ക് തലയും വാലുമില്ല. എല്ലാവരെയും പോയി അറ്റാക്ക് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കിട്ടും പണി കൊടുക്കുന്നുണ്ട് അവർ. കൂട്ടുകക്ഷി ആയിരുന്നു അസ്ല എന്നുള്ള തെളിയിക്കാൻ അവളുടെ കയ്യിൽ ഒരുപാട് തെളിവുകളുണ്ട്. കാരണം അസ്ല വായി വിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നെ ഭയമാണെന്ന് അവർക്ക് വോയിസ് കൊടുത്ത മോളാണ് അസ്ല. അതേ വോയിസ് കൊണ്ട് എൻ്റെ അടുത്ത് വന്നിരുന്നു. ഞാൻ ചോദിച്ചു അവളുടെ അടുത്ത്. ഞാൻ ഇതിനകത്ത് ലോഡ് അവളുടെ വോയിസ് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് തന്നെ കള്ളി അസ്ല എന്നാണ്. ഞാൻ സേവ് പോലും ചെയ്ത് വെച്ചത്. കാരണം ആ കുട്ടി പറഞ്ഞതെല്ലാം കളവാണെന്ന് കൃത്യമായ ബോധ്യമുള്ള ഞാനാണത് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ അസ്ല ഇറങ്ങരുതായിരുന്നു. അസ്ലയ്ക്ക് ഒരു റോളുമില്ല. കാരണം അസ്ല ഒരുപാടിടങ്ങളിൽ കൈവിട്ട് കളഞ്ഞു. ഒരുപാടിടങ്ങളിൽ അസ്ലയുടെ ഭാഗത്ത് തെറ്റുകളുണ്ട്. തെറ്റുകളെന്ന് പറഞ്ഞാൽ എടുത്തുചാട്ടത്തും കൊണ്ട് വരുന്ന കാര്യങ്ങളാണ്. ഇപ്പം എടുത്തു ചാടിയതാ ഇങ്ങനൊരു വീഡിയോ ചെയ്തത് കൊണ്ടുള്ള ലാഭം എന്താണെന്ന് വെച്ചാൽ ഇത്രയും ദിവസം നമ്മളൊക്കെ പറഞ്ഞതിൻ്റെ എല്ലാം ഇമ്പാക്റ്റ് നശിപ്പിക്കാൻ അസ്ലയുടെ ഈ വാക്കുകൾ തന്നെ ധാരാളമാണ്. ഇനഫാണ്. ഇത് കൃത്യമായി അവരെടുത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ അത് കൃത്യമായി ആളുകളിലേക്ക് എത്തും. ഈ പ്രീ പ്ലാനഡ് ഇവളെ ഈ ബിഗ് ബോസിലേക്ക് ക്ഷണിക്കുക, ബിഗ് ബോസിലേക്ക് പാർട്ടിസിപ്പേഷന് പോവുക, എല്ലാവരെയും വിളിച്ചതിൻ്റെ കൂട്ടത്തിൽ അവളെ വിളിച്ചിരിക്കുന്നു. ഇവർ മാറിക്കളയുക, അവർ പോയിരിക്കുന്നു. പിന്നെ അമ്മയും മോളും കൂടെ ഇരുന്നുകൊണ്ട് ഞാനൊരു ബിഗ് ബോസ് മെറ്റീരിയലാണ്. നീ ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ തന്നെയാണ് അസ്ല. അവളെക്കാൾ വൾഗറാണ് നീ. പിന്നെ എന്താ ഈ ഒരു സെക്ഷൻ ഒഴിവാക്കുക? ഈ 4-5 ആണുങ്ങളുമായിട്ടുള്ള സുനാബി കേശം നടക്കില്ല. അങ്ങനെ ഒരു ചതിപ്പരിപാടി നീ ഇതുവരെ ചെയ്തിട്ടില്ല. അതൊഴിച്ചാൽ ബാക്കി എല്ലാം കൊണ്ടും അവളെ പോലെ തന്നെയാണ് നീ. പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. അപ്പോൾ ബിഗ് ബോസ് മെറ്റീരിയൽ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മായി മോളുടെ നാടകം ഇട്ടു. ഇതൊക്കെ ആ പെങ്കൊച്ച് പുറത്ത് വന്ന് കാണുമ്പോൾ അവൾക്കുണ്ടാവുന്ന വൈരാഗ്യത്തിൻ്റെ പുറത്ത് നീ പറഞ്ഞു വെച്ച കുറേയധികം വോയിസ് അവളെ കയ്യിലും ഉണ്ടെന്ന് ഓർത്തോ. അതിനകത്തൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എക്സ്ട്രീം ലെവൽ കാര്യങ്ങൾ ആ പെണ്ണിൻ്റെ കയ്യിലുണ്ട്. ഇത് ആർക്കും സപ്പോർട്ടോ ആർക്കും എഗൻസ്റ്റോ അല്ല, വേണ്ടിയിരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. വ്യൂ ഒക്കെ കിട്ടും, പൈസയും കിട്ടും. ഇതിപ്പോൾ ജാസ്മിൻ ചെയ്തതുപോലെയാണ്. പണം കിട്ടും, മാനം പോകും, അത്രയേ ഉള്ളൂ. ഇനി അവളെടുത്ത് വെച്ച് കൊടുക്കാൻ പോകുന്നത് വേറൊരു രീതിയും കൂടെ ഉണ്ട്. അത് നിങ്ങൾക്കാർക്കും അറിയാൻ വയ്യാത്ത വേറൊരു പാർട്ടുണ്ട് അസ്ലയ്ക്ക്. അതും കൂടെ പുറത്തേക്ക് വരും. എന്തിനാ പെങ്കൊച്ചെ? അതാ പറഞ്ഞത്, ചിലത് അങ്ങനെയാണ്. നമ്മൾ എത്ര സേഫാക്കാൻ ശ്രമിച്ചാലും വീണ്ടും വന്ന് തീയിലോട്ട് ചാടി കൊടുക്കും. അങ്ങനെയുള്ളവരടുത്തൊന്നും പറയല്ല, അനുഭവിക്കട്ടെ എന്ന് മാത്രമേ ഇതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളൂ. വേണ്ടിയിരുന്നില്ല എന്നതേ ഉള്ളൂ. ഇനി ഇത് വളച്ചൊടിക്കാൻ ഈ വെട്ടുക്കിളി കൂട്ടത്തിനും ഈസിയാണ്, കൂടെ ജാസ്മിനും ഈസിയാണ്. ഇതിൻ്റെയൊക്കെ മാസ്റ്റർ ബ്രെയിൻ അസ്ലയായി മാറുന്ന ദിവസങ്ങൾ അധികമില്ല. സോ ഇതെല്ലാം സോൾവായി ആ രീതിയിലേക്ക് പോകും. കാരണം എവിടെയെങ്കിലും ഒരു ചെറിയ നന്മ അവളെയും കാണൂല. ആ നന്മയാണ് ഇപ്പോൾ ഇതിനെ കൊണ്ട് വായി തുറപ്പിച്ചത്. ഇതിപ്പോൾ പ്രശ്നം വേറൊരു വഴിയിലേക്ക് പോകും എന്നുള്ളതിൽ തർക്കിക്കേ വേണ്ട. എനിക്കിത് മനസ്സിലായത് അങ്ങനെയാണ്. അസ്ല വന്ന് ചാടി കൊടുത്തു. എത്ര വിലകിയാലും കേൾക്കാത്തൊരു വാണം, ഒന്നും പറയാനില്ല. ഈ ഒരു കാര്യം കൂടെ ഉണ്ട്.
പിന്നെ നമ്മൾ എന്താ പറയണേ, ഇവൾ പറഞ്ഞു പറയിച്ചു, ഇവൾ പറഞ്ഞു ചെയ്യിച്ചു, അങ്ങനെ ചെയ്യിച്ചു, അങ്ങനെ പറയൊന്നും വേണ്ടല്ലോ. അല്ലാതൊരു ടോൺ ഉണ്ടല്ലോ, ഞാൻ ഭയങ്കര അവസ്ഥകളിലാണ്, എന്നെ ഒന്ന് സഹായിക്കണം, അതിൻ്റെ അർത്ഥം എന്താ, പറയുക എന്ന് തന്നെയല്ലേ. ഈ കുത്തിക്കലാശം അത്രയും കളിച്ചത് അസല തന്നെയാണ്, അതിനകത്ത് തർക്കമൊന്നുമില്ല. പക്ഷേ അത് ചെയ്യേണ്ട രീതിയിൽ കൃത്യമായി ചെയ്യാൻ അറിയാത്തതിൻ്റെ പോരായ്മ കൊണ്ടാണ് അത് സംഭവിച്ചിട്ടുള്ളത്. എനിവേ, ഹാപ്പൻ ഈസ് ഹാപ്പൻ. ഇനി കാത്തിരുന്ന് കളി കാണാം, അത്രയേ ഉള്ളൂ. ആ പെൺകുട്ടിക്ക് സേഫ് ആകാനുള്ള അത്യാവശ്യത്തിലുള്ള ഒരു വെള്ളക്കൊടി ഇവിടുന്ന് കൊടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഭയങ്കര മോശമായി പോയി, വേണ്ടിയിരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.